in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 1-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ആര് മറന്നാലും മറക്കാത്തവൻ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ചിന്തിക്കുന്നത് ആര് മറന്നാലും മറക്കാത്ത ദൈവത്തെക്കുറിച്ചാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യം, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് തായുടെ സ്നേഹമാണ്, അമ്മയുടെ സ്നേഹം. എന്നാൽ അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവം ഉണ്ടെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കര ഉയർത്തിപ്പിടിച്ച് പറ, ആരും മറന്നാലും എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല. ആ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ആരംഭത്തിൽ തന്നെ ദൂത് പറയുകയാണ്, നിന്റെ അടഞ്ഞ വഴി ഇന്ന് തുറക്കും. നിനക്ക് വേണ്ടി അസാധാരണമായ ചില കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ, ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന നിന്നെ ദൈവം കൈവിടത്തില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു മുഖത്തിനും ഉറപ്പുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, എൻ്റെ ദൈവം മറക്കാത്തവരാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഈ വാക്യം ഞാൻ നിങ്ങളും തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവത്തിന് വേണ്ടി ഉറക്കൊഴിഞ്ഞ, ദൈവത്തിന് വേണ്ടി ഓടിയ ഓരോ ദൈവ മക്കൾക്കും വേണ്ടി അവൻ്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ദൈവം പകരം നൽകും. ഒന്നുകൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു കസേര പിടിച്ചിടുകയോ അല്ലെങ്കിൽ ഒരു പാവിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം കടക്കാരനല്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ്റെ നാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മറന്നാലും ദൈവത്തിനെ മറക്കത്തില്ല. ഞാൻ ആഴമായി നിങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞു, ആര് മറന്നാലും എൻ്റെ ദൈവം നിങ്ങളെ മറക്കത്തില്ല. ദൈവം നിങ്ങളെ ഓർക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് അസാധ്യതയിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ഈ വായിച്ച വാക്യം നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നിങ്ങളുടെ പ്രവൃത്തി എറിയാണ്. ദൈവദാസന്മാർക്ക് വേണ്ടി നിന്നതും ദൈവത്തിന് വേണ്ടി നിന്ന് ശുശ്രൂഷിക്കുകയും ചെയ്ത നിന്നെ ദൈവം മറന്നു കളയത്തില്ല. ഇതാ, മറക്കാത്തവൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് പറ, എൻ്റെ കർത്താവിനെ മറക്കത്തില്ല. മറക്കത്തില്ലെങ്കിൽ ഒരസാധാരണ വിടുതൽ ചലിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ന് ഈ ദിവസം ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളുകൾക്ക് മുമ്പേ പറഞ്ഞ വാഗ്ദത്തങ്ങളെ നീ ഓർക്കാൻ പോവുകയാണ്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ തുറന്നു വരാൻ പോവുകയാണ്. ദൈവം നിന്നെ നിന്ദയിലേക്ക് ഏൽപ്പിക്കാതെ, നിന്നെ പരിഹാസികളുടെ മുമ്പിൽ ഒരു പരിഹാസമാക്കാതെ ദൈവം തൻ്റെ വാഗ്ദത്തത്തെ ഓർക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒരു ആഴം ശ്രദ്ധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ദ നീക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ഒരു വചനത്തിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്. ദൈവം റാഹേലിനെ ഓർത്തു. അടഞ്ഞ ഗർഭപാത്രത്തെ ദൈവം തുറന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, റാഹേൽ പറയുകയാണ്, എൻ്റെ നിന്ദയെ ദൈവം നീക്കി കളഞ്ഞിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഈ വചനം നേറ്റു പറയാമോ? എനിക്ക് മുമ്പിൽ നിന്ന എതിരുകൾ നീങ്ങുകയാണ്. എൻ്റെ നിന്ദയെ ദൈവം നീക്കുകയാണ്. ഈ പ്രഭാതം എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയായി തീരാൻ പോകുകയാണ്. ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആഴമായിട്ട് എൻ്റെ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, ആര് മറന്നാലും
എൻ്റെ ദൈവം മറക്കത്തില്ല. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. 9-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം പറയാണ്, എളിയവരുടെ നിലവിളി അവൻ മറക്കുന്നതുമില്ല. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പോടൊന്ന് പ്രാർത്ഥിക്കുക. നിന്റെ നിലവിളി എൻ്റെ കർത്താവ് കാണുകയാണ്. ഏതൊക്കെയോ അവസ്ഥകളിൽ ഭാരപ്പെട്ട് ഇനി മുമ്പോട്ടൊരു വഴിയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ നിലവിളി സ്വർഗത്തിൽ ചെല്ലാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുറന്നു വരുന്നു. വഴിയില്ലാത്തവർക്ക് ഇത് ഹാഗാറിൻ്റെയും ഇശ്മായിലിൻ്റെയും നിലവിളിക്ക് ദൈവം ഉറവ തുറന്നതുപോലെ ഈ പ്രഭാതത്തിൽ ചിലവർക്ക് വേണ്ടി ദൈവം ഉറവ തുറക്കാൻ പോകുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. 115-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. ഈ വാക്യത്തിനകത്ത് നാടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ദൈവം ഓർത്താലുള്ള തെളിവ് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകും. ദൈവം ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, ദൈവം അഹരോവിന്റെ ഗൃഹത്തെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന ഒരു വാക്യത്തിന്റെ ആഴം, ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കും, ദൈവം ദൈവദാസന്മാരെ അനുഗ്രഹിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ ഓർത്താൽ ഇന്ന് പകൽ ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. ചില വഴികൾ തുറന്നു വരാൻ പോവുകയാണ്. ആഴമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഹന്നായെ ദൈവം ഓർത്തപ്പോൾ ശമൂവേൽ ബാലകനെ ദൈവം കൊടുത്തു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു നന്മയുടെ മാസമായി ഇത് തീരാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഒരു അസാധാരണ വിടുതൽ ഇപ്പോൾ നിങ്ങളുടെ മുകളിൽ വെളിപ്പെട്ട് വരുന്നു. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരം ഉയർത്തിപ്പിടിക്കുന്നത് കർത്താവ് തൊടാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും അങ്ങയുടെ കരം ചലിക്കാൻ പോകുന്നു. ആര് മറന്നാലും ഞങ്ങളെ മറക്കാത്ത ദൈവം ഇന്ന് ഞങ്ങളെ ഓർക്കുകയാണ്. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു അസാധാരണ കാര്യം അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ കാര്യം, ഒരു വലിയ അത്ഭുതം ഇന്ന് അങ്ങ് ചെയ്തിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞതിനായി നന്ദി. ഇന്ന് ചില ജോലിയുടെ വാതിലുകൾ, ഇന്ന് ചില കുടുംബപരമായ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കുകയാണ്. കാരണം ദൈവം ഞങ്ങളെ ഓർക്കുന്നു. അവൻ ഓർത്താൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. കർത്താവെ, അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായി, ഒരു വിടുതലിൻ്റെ ദിവസമായി ഇത് തീരുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ ഇങ്ങനെ കാഴ്ച കണ്ടാൽ ചിലവരെ കണ്ണുനീരിനെ അവർ തുടയ്ക്കുന്നു. ദൈവം മറുപടി തന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരികയും അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാത മെസ്സേജ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്കും കൂടെ അയച്ചു കൊടുക്കുമെങ്കിൽ ഞാൻ പറയുന്നു, ഈ മിനിസ്ട്രിക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ തന്നെ വിളിക്കണം. അതേപോലെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പ്രതികരിക്കും. ഞാൻ ഒരുമിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.